കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിലെ ഹേമചന്ദ്രന്റെ കൊലപാതകം നമ്മുടെ മുൻപിലെത്തിയത്. ഒരു ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പോലീസ് വിശേഷിപ്പിച്ച കേസ് കൂടിയായിരുന്നു. പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഉദാഹരണം കൂടിയായിരുന്നു ആ കേസ് തെളിയിച്ചത്. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസ് ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപ്പെടുത്തിയത് താനല്ല എന്നാണ് നൌഷാദ് ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നിലവിൽ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് നൌഷാദ് ഉള്ളത്. വിവരങ്ങളുമായി ചേതൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നോക്കാം ഈ കേസിലെ തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേതൻ, ഗുഡ് മോർണിംഗ്. നൌഷാദ് പറയുന്നത് അയാളല്ല കൊലപ്പെടുത്തിയതെന്നാണ്. എന്നാൽ സാഹചര്യ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഒക്കെ നൌഷാദിന് എതിരാണ്. ആ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നത്. എന്താണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്? തീർച്ചയായും മനു, ഈ വയനാട് സ്വദേശിയായ ഹേമചന്ദ്രൻ്റെ വധക്കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മുഖ്യപ്രതിയായ നൌഷാദിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 2 മാസമായി സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ ആയിരുന്നു. സൗദിയിൽ വെച്ച് തന്നെ ഇയാൾ ഫേസ്ബുക്കിലൂടെ ലൈവിൽ വരികയും താനല്ല കൊലപാതകി, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതായിരുന്നു. ഒരു കാര്യം അയാൾ സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതല്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഹേമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വയനാട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മൃതദേഹം വനത്തിനുള്ളിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. അല്ലാണ്ട് താനും തൻ്റെ കൂട്ടാളികളുമല്ല ഹേമചന്ദ്രനെ കൊന്നത്. ഹേമചന്ദ്രൻ ആത്മഹത്യ അത് മറ്റ് നിവൃത്തി ഇല്ലാതെ ഹേമചന്ദ്രനെ വനത്തിനുള്ളിൽ മറവ് ചെയ്യുകയായിരുന്നു എന്നാണ് നൌഷാദ് ഉറച്ച് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഈ നൌഷാദിൻ്റെ ഈ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും നൌഷാദിനോടൊപ്പം ഇനി മറ്റു കൂട്ടുപ്രതികളായ ഈ അജേഷ്, ജ്യോതിഷ്, വൈശാഖ്, അജേഷ്, ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതുമാത്രമല്ല, ഈ ഹേമചന്ദ്രനെ കോഴിക്കോട് വാടക വീട്ടിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുവാൻ ഇവർ ഒരു ഫോൺ കോൾ വഴി ഒരു കണ്ണൂർ സ്വദേശിനിയാണ് ഉപയോഗിച്ചത്. ഈ കണ്ണൂർ സ്വദേശിനിയിലേക്കും ഇതിൻ്റെ അന്വേഷണം നീളും. അവരുടെ റോൾ ഈ കൊലപാതകത്തിൽ എന്താണ് എന്നുള്ള റോൾ അതും പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഇത് തിരോധാന കേസായി അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ ചുരുളഴിഞ്ഞ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു, ഇത് കൊലക്കുറ്റമാണ്, കൊലപാതക കേസാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ ഹേമചന്ദ്രൻ്റെ DNA ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വിശദ പരിശോധനയ്ക്ക് ഹൈദരാബാദിലേക്കൊക്കെ അയച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇത് DNA ഈ ഹേമചന്ദ്രൻ്റേതാണ് എന്ന് പുറത്തു വന്നാൽ മാത്രമേ ഇതൊരു കൊലപാതക കേസാണ് എന്ന് പോലീസുകാർക്ക് ഔദ്യോഗികമായി പറയാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം കൂടി ഉണ്ട്. ഏതായാലും കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഈ ഹേമചന്ദ്രനെ കാണാതാവുന്നത്. തുടക്കത്തിലൊക്കെ വിചാരിച്ചത്, അതായത് ഈ ഹേമചന്ദ്രൻ്റെ കുടുംബമൊക്കെ വിചാരിച്ചത് ഹേമചന്ദ്രൻ നാട്ടിൽ നിന്ന് മാറി നിന്നതാണ്. കാരണം ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരോട് പണമൊക്കെ കടം വാങ്ങി ഈ കടങ്ങളൊക്കെ ഉണ്ട്. ഹേമചന്ദ്രൻ നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും 1-2 ആഴ്ച കഴിഞ്ഞ് ഹേമചന്ദ്രനെ കാണാതായപ്പോൾ ഭാര്യയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. പക്ഷേ സൈബർ സെൽ ഉപയോഗിച്ച് ഹേമചന്ദ്രൻ്റെ മൊബൈൽ ഫോണൊക്കെ ട്രേസ് ചെയ്തപ്പോൾ ഈ ഫോൺ ഓൺ ആയിരുന്നു. അതാണ് ഈ ഹേമചന്ദ്രൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലീസ് തുടക്കത്തിലൊക്കെ തെറ്റിദ്ധരിക്കാൻ കാരണം. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഹേമചന്ദ്രൻ്റെ മകൾ ഈ അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അച്ഛൻ്റെ സൗണ്ട് അല്ല കേട്ടത് എന്ന് ഈ മകൾ പോലീസുകാരോട് പറയുന്നു. സ്വാഭാവികമായും അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യ സംശയം പോലീസുകാർക്ക് തോന്നുന്നതും പിന്നീട് അന്വേഷണം പുരോഗമിക്കുന്നതും. ഒടുവിലാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഈ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു, ഈ നൌഷാദും സംഘവുമാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലായത്. ഒരുപാട് ഈ 400-ലേറെ കോൾ റെക്കോർഡിങ്സ് ഒക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ നിരവധി തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഓരോ തവണ ചോദ്യം ചെയ്ത് ഈ നൌഷാദിനെയും കൂട്ടാളികളെയും വിട്ടയക്കുമ്പോൾ ഇവരുടെ ആത്മവിശ്വാസം കൂടി വന്നു. ഈ ആത്മവിശ്വാസം കൂടി വന്നതാണ് ഇവർക്ക് വിനയായത്. പരസ്പരം ഇവരിൽ ഒരാൾക്ക് മൊഴി വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഹേമചന്ദ്രൻ്റെ തിരോധാന കേസ് കൊലപാതക കേസാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. മനു.